ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടയർ ടോക്സിന്റെ പുതിയ ഒരു ന്യൂസ് സെഗ്മെന്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കയ്യിൽ കുറച്ച് ന്യൂസസ് ഉണ്ട്. സോ നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് ഫോർഡ് തിരിച്ചു വരുന്നു എന്ന് നമ്മൾ കുറെ നാളുകളായിട്ട് കേൾക്കുന്നുണ്ട്. ഇപ്പോഴും അതിനകത്ത് കൺഫർമേഷൻ ഒന്നും വന്നിട്ടില്ല. പക്ഷെ ഇൻ കേസ് ഫോർഡ് തിരിച്ചു വരികയാണെങ്കിൽ കൂട്ടത്തിൽ ഫോർഡിന്റെ പിക്കപ്പ് ട്രക്കായിട്ടുള്ള റേഞ്ചർ എന്ന് പറയുന്ന ഈ കാണുന്ന വണ്ടി കൂടെ കൊണ്ടുവരുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ ബ്ലാക്ക് എഡീഷൻ ആയിരിക്കും നമുക്ക് അവൈലബിൾ ആയിട്ട് ഉണ്ടാകുക. ഫുള്ളി ബ്ലാക്ക് ആയിരിക്കും. ഫ്രണ്ടിൽ ലോഗോ മാത്രമാണ് ഒരു കളർ ചേഞ്ച് ആയിട്ട് കാണുക. XLS എന്ന് പറയുന്ന മിഡ് വേരിയന്റ് ആയിരിക്കും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടാകുക. ഇന്ത്യയിലേക്ക് വരുമ്പോൾ അത്യാവശ്യം ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ കാണും. 4x4 ട്രാൻസ്ഫർ കേസ് വിത്ത് ഡിഫറൻഷ്യൽ, 18 ഇഞ്ചിന്റെ ഫുള്ളി ബ്ലാക്ക് അലോയ് വീൽസ്, 10 ഇഞ്ചിന്റെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, പോർട്രേറ്റ് ആയിട്ടുള്ള ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ആയിരിക്കും. അങ്ങനെ അത്യാവശ്യം ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയായിരിക്കും നമുക്ക് ഇന്ത്യയിൽ കിട്ടുക. CB യൂണിറ്റ് ആയിട്ട് വരുന്നത് കൊണ്ട് തന്നെ പുറത്തെ മാർക്കറ്റിൽ 40-45 ലക്ഷം രൂപ വില കൊടുത്താൽ കിട്ടുന്ന ഈ വണ്ടി നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ കിട്ടുമ്പോൾ 65-70-80 ലക്ഷം രൂപ വരെ പോകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. 2 ലിറ്റർ ഡീസൽ എഞ്ചിൻ വിത്ത് 6 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ഉള്ള വേരിയന്റ് ആയിരിക്കും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഓട്ടോമാറ്റിക് അവൈലബിൾ അല്ല. സോ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് വഴിയെ കണ്ടറിയാം. അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് സിട്രൺ അവരുടെ ഷോറൂമുകളുടെ നമ്പേഴ്സ് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഷോറൂം നെറ്റ്വർക്കുകൾ എക്സ്പാൻഡ് ചെയ്യുകയാണ്. അവർ സർവീസ് സെന്ററുകളുടെ നമ്പേഴ്സും കൂട്ടുന്നുണ്ട്. ഇപ്പോൾ ആ ബ്രാൻഡിന് എനിക്ക് തോന്നുന്ന ഒരു പോരായ്മ എന്ന് പറയുന്നത് സർവീസ് സെന്ററിന്റെ അവൈലബിലിറ്റി കുറവാണ്, അല്ലെങ്കിൽ ഷോറൂമുകളുടെ അവൈലബിലിറ്റി കുറവാണ്. ഇപ്പം ഞാൻ കോട്ടയത്താണ്. എനിക്കൊരു വണ്ടി വാങ്ങണമെങ്കിൽ ഞാൻ കൊച്ചിയിൽ പോകണം. അത്യാവശ്യം സ്റ്റാർട്ടിംഗ് റേഞ്ചിലൊക്കെ കുറച്ച് വണ്ടികൾ ഉള്ള ഒരു ബ്രാൻഡാണ് സിട്രൺ. പക്ഷെ അവരുടെ പ്രോബ്ലം എനിക്ക് ഫീൽ ചെയ്തത് ഒന്ന് ഷോറൂമുകളുടെ അവൈലബിലിറ്റി കുറവും ഫീച്ചേഴ്സുമാണ്. പക്ഷെ ഇപ്പം ബസാർട്ട് വന്നപ്പോൾ കുറച്ചും കൂടെ ലുക്സും ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്, ഫീച്ചേഴ്സും കൊണ്ടുവന്നിട്ടുണ്ട്. സർവീസ് സെന്ററുകളും ഷോറൂമുകളും കൂടെ അവർ കുറച്ച് നമ്പേഴ്സ് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ സെയിൽ കിട്ടാനായിട്ട് സാധ്യതയുള്ള ഒരു ബ്രാൻഡാണ് സിട്രൺ എന്ന് പറയുന്നത്. അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് ഹീറോ മോട്ടോകോപ്പിന്റെ ഡെസ്റ്റിനി എന്ന് പറയുന്ന 125cc വരുന്ന ഈ ഒരു സ്കൂട്ടറിന്റെ ഒരു അപ്ഡേഷൻ വരാൻ പോവുകയാണ്. വെസ്പ ലംബട്ര എന്ന് പറയുന്ന 2 സ്കൂട്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അതിന്റെ ഒരു ഡിസൈൻ ഒക്കെ ആയിട്ട് കോപ്പി ചെയ്തല്ല, അതിന്റെ ഡിസൈൻ കടമെടുത്തെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു റെട്രോ ലുക്ക് പിടിക്കാനുള്ള പ്ലാനിങ്ങിലാണ്. ഇപ്പൊ അതിന്റെ ലുക്ക് ഒരു ഓഞ്ഞ ലുക്കാണ്. സോ അത് കുറച്ചും കൂടെ മാറ്റി അടിപൊളിയാക്കാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട് എന്നാണ് ടീസേഴ്സിൽ നിന്നൊക്കെ ആളുകൾ പറയുന്നത്. സോ ഉടനെ തന്നെ വരുന്നതായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സോ അടുത്തൊരു ന്യൂസിലേക്ക് പോവാം. ഈ കാണുന്ന ലാൻഡ് റോവർ ഡിഫൻഡർ ക്ലാസിക് എന്ന് പറയുന്ന മോഡൽ റീസ്റ്റോർ ചെയ്ത് കമ്പനി തന്നെ മറ്റ് കസ്റ്റമേഴ്സിലേക്ക് കൊടുക്കുകയാണ്. ബീസ്പോക്ക് എന്ന് പറയുന്ന ലാൻഡ് റോവറിന്റെ തന്നെ ഒരു ഡിവിഷനാണ് ഇത് ചെയ്യുന്നത്. പ്രീ ഓൺഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിൽ നിന്ന് ഈ വണ്ടി വാങ്ങിയതിന് ശേഷം പുതിയ ആളുകൾക്ക് ഇത് റീസ്റ്റോർ ചെയ്ത് അവരുടെ ഇഷ്ടത്തിന് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നതാണ്. സോ നിങ്ങൾക്ക് ടയേഴ്സ്, പെയിന്റ്, ഇന്റീരിയറിന്റെ സീറ്റ്, ഫ്രണ്ടിലെ ഗ്രില്ല്, ലൈറ്റ്സ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാനായിട്ട് പറ്റും. 2 കോടി രൂപയൊക്കെ വില വരും. യൂറോപ്പിലെ എമൗണ്ട് എന്ന് പറയുമ്പോൾ 1,90,000 യൂറോ ആണ്. ഏകദേശം ഇന്ത്യൻ മണി 2 കോടി രൂപയുടെ അടുത്തൊക്കെ ആയിരിക്കും വില വരുന്നത്. വെറുതെ അങ്ങ് റീസ്റ്റോർ ചെയ്ത് തരികയല്ല, റീസ്റ്റോർ ചെയ്ത് 5 ലിറ്റർ V8 എഞ്ചിൻ വെച്ചായിരിക്കും ലാൻഡ് റോവർ ഡിഫൻഡർ ഈ ഒരു വേരിയന്റ് നിങ്ങളിലേക്ക് അവർ തരുന്നത്. ഈ ഒരു ന്യൂസ് ഞാനിങ്ങനെ കണ്ടപ്പോൾ ഇതിനെക്കുറിച്ച് സെർച്ച് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് മറ്റൊരു ന്യൂസ് എൻ്റെ കണ്ണിൽ പെട്ടത്. ഇനിയോസ് ഓട്ടോമൊബൈൽസ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി, ഫ്രാൻസിലുള്ള ഒരു കമ്പനിയാണ്. ഈ കമ്പനി ആക്ച്വലി 2016 പ്രൊഡക്ഷൻ നിർത്തുന്ന സമയത്ത് ലാൻഡ് റോവറിന്റെ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു, നിങ്ങൾ ലാൻഡ് റോവർ ക്ലാസിക്കിന്റെ പ്രൊഡക്ഷൻ നിർത്താൻ പോവുകയില്ല, ഞാനത് അതിന്റെ പേറ്റന്റ് ഒക്കെ എനിക്ക് തരികയാണ്, ഞാനത് കണ്ടിന്യൂ ചെയ്താളാന്ന് ചോദിച്ചു. ലാൻഡ് റോവർ പറഞ്ഞു, നീ നേരെ കണ്ടം വഴി ഓടിക്കോ, ഈ പരിപാടി നടക്കൂല എന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി കണ്ടം വഴി ഓടുന്ന വഴിക്ക് പുള്ളിക്ക് തോന്നി, എന്തുകൊണ്ട് ഞാൻ തന്നെ ആ ഒരു ഡിസൈനിൽ ഒരു വണ്ടി ഉണ്ടാക്കി ഞാൻ തന്നെ അങ്ങ് ഉണ്ടാക്കി വിറ്റുകൂടാ എന്ന് പുള്ളിക്ക് തോന്നി. അങ്ങനെ ഇനിയോസ് ഓട്ടോമൊബൈൽസ് ലിമിറ്റഡിന്റെ ചെയർമാൻ ആയിട്ടുള്ള ജിം റാറ്റ്ക്ലിഫ് എന്ന് പറയുന്ന ഈ ഒരു മനുഷ്യനാണ് ഈ വണ്ടി ഫൈനലി ഉണ്ടാക്കി എടുത്തത്. 2022 ആയപ്പോഴത്തേക്കും പുള്ളിക്കാരൻ ഇതിന്റെ ആദ്യത്തെ ഡെലിവറി നടത്തി. 2022 ഡിസംബറിൽ എന്തോ ആണ് ആദ്യമായിട്ട് ഇത് ഡെലിവറി ചെയ്തത്. ഫ്രാൻസിലാണ് ഇതിന്റെ കമ്പനി സ്ഥാപിച്ചത്. ഈ വണ്ടിക്ക് പേരിട്ടിരിക്കുന്നത് എന്താണെന്നറിയോ? ഡിഫൻഡർ എന്ന് പറയുന്ന പേര് കേൾക്കുമ്പോൾ നമുക്കൊരു ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിഫെൻഡ് ചെയ്ത് നിൽക്കുന്ന ആ ഒരു ഫീലിലുള്ള ഒരു സ്ട്രോങ് വണ്ടിയുടെ പേരാണ്. അതിനേക്കാളും സ്ട്രോങ് ആണെന്ന് കാണിക്കാൻ പുള്ളി ഇട്ടിരിക്കുന്ന പേര് ഗ്രനേഡിയർ എന്നാണ്. പക്ഷേ ഈ പേരിടാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ പുള്ളി അടിച്ചുകൊണ്ടിരുന്ന ബാർ അല്ലെങ്കിൽ ഒരു പബ്ബി വെച്ച് അടിച്ചുകൊണ്ടിരുന്നപ്പോഴെങ്ങാണ്ട് പുള്ളിക്ക് ഈ ഐഡിയ തോന്നുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ലണ്ടനിലെങ്ങാണ്ടുള്ള ഒരു പബ്ബിന്റെ പേരാണ് ഗ്രനേഡിയർ. പുള്ളി സ്ഥിരമായിട്ട് പൊക്കോണ്ടിരുന്ന ഒരു ബാറാണ്. അതുകൊണ്ടാണ് ഈ കാറിന് ആ പേരിട്ടതെന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട്. അഡ്വഞ്ചർ KTM 390 എൻഡ്യൂറോ എന്ന് പറയുന്ന പുതിയൊരു ബൈക്ക് കൂടെ വരുന്നു. സോ നോർമൽ 390 അഡ്വഞ്ചർ അല്ല, കുറച്ചും കൂടെ വെയിറ്റ് ഒക്കെ കുറച്ച് ബോഡി പാർട്സ് ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് കുറച്ചും കൂടെ സീറ്റുകളൊക്കെ ഫ്ലാറ്റ് ആക്കി ബാക്കിലെ ടയേഴ്സ് 18
ഇഞ്ചാണ്, ഫ്രണ്ടിലെ ടയേഴ്സ് 21 ഇഞ്ചാണ്. സോ ഓഫ് റോഡിന് കുറച്ചും കൂടെ കേപ്പബിലിറ്റി കൂട്ടിക്കൊണ്ട് അല്ലെ ലോങ് ഡ്രൈവിലേക്ക് കുറച്ചും കൂടെ പറ്റുന്ന രീതിയിലാണെന്നാണ് കമ്പനി പറയുന്നത്. അടുത്ത വർഷം ഓട്ടോ എക്സ്പോയിൽ ഈ വണ്ടി കാണുമെന്നാണ് എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ. വേറൊരു കാര്യം കൂടെ ഉണ്ട്, അഡ്വഞ്ചർ 390 എടുക്കാനായിട്ട് നിൽക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഒരു അപ്ഡേഷൻ 2-3 മാസത്തിനുള്ളിൽ വരും. സോ ഇപ്പോൾ എടുക്കാനായിട്ട് താല്പര്യമുള്ള ആളുകൾ ഒന്ന് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ പുതിയ ലേറ്റസ്റ്റ് അപ്ഡേറ്റഡ് വേർഷൻ കിട്ടുന്നതായിരിക്കും. സോ ഇപ്പം ഞാൻ പറഞ്ഞ അഡ്വഞ്ചർ 390 എൻഡ്യൂറോ എന്ന് പറയുന്ന പുതിയ ബൈക്കിന്റെ കാര്യം അല്ല പറഞ്ഞത്. സോ അടുത്ത ന്യൂസ് നോക്കാം. കിയ കാർണിവലിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ജനറേഷൻ അങ്ങനെ ഇന്ത്യയിൽ വന്നിരിക്കുകയാണ്. സോ ഡൽഹി എയർപോർട്ടിൽ CBU ആയിട്ട് സ്പോട്ട് ചെയ്തിട്ടുണ്ട്. CBU ആയിട്ട് വന്ന യൂണിറ്റുകൾ ആദ്യം ഇവരിവിടെ സെല്ല് ചെയ്യും. സോ ആ സമയത്ത് പ്രൈസ് കൂടുതലായിരിക്കും, 50 to 60 ലക്ഷം രൂപയായിരിക്കും വില. ഇന്ത്യയിൽ പ്രൊഡക്ഷൻ അടുത്ത വർഷം അവസാനത്തേക്ക് സ്റ്റാർട്ട് ചെയ്യുള്ളൂ, എന്നിട്ട് ആ സമയത്ത് വാങ്ങുന്നതായിരിക്കും നല്ലത്. ഇപ്പം അത്യാവശ്യപ്പെട്ട് വേണം എന്നുള്ളവർക്ക് ഇച്ചിരി വില കൂടുതൽ കൊടുത്ത് വാങ്ങാവുന്നതാണ്. BYD E6 അവരവരുടെ വെബ്സൈറ്റിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഞാൻ അപ്പം തന്നെ വിളിച്ച് BYD ചോദിച്ചു വൈ യു ഡിലീറ്റ് ദിസ് വൺ. അപ്പോൾ അവർ പറഞ്ഞു E6 അവർ റീപ്ലേസ് ചെയ്തുകൊണ്ട് M6 എന്ന് പറയുന്ന പുതിയ വണ്ടി വരുന്നുണ്ട്. സോ ഇതിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ 7 സീറ്റർ ആയിട്ടുണ്ട്. നേരത്തെ 5 സീറ്റർ ആയിരുന്നു BYD E6 എന്ന് പറയുന്നത്. പേര് കൺഫേംഡ് അല്ല, ചിലപ്പം M7 ആവും, M7 Max ആവും, M6 ആവും, M6 Max, അങ്ങനെ പേരുകൾ പലതാകാനായിട്ടുള്ള സാധ്യതകളുണ്ട്. സോ ഫ്രണ്ടിലെ ഡിസൈൻ കാണുമ്പോൾ ഗ്രില്ലുകൾ ഏകദേശം അറ്റോ 3 ഒക്കെ ആയിട്ട് സെയിം ആണ്. പക്ഷെ ബാക്കിലേക്ക് വലിയ ഡിസൈൻ ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നും നമ്മൾ കാണുന്നില്ല. 500-530 കിലോമീറ്റർ ആണ് ഇതിന് കമ്പനി റേഞ്ച് പറയുന്നത്. 480-500 കിലോമീറ്റർ ഒക്കെ തന്നെ കിട്ടും. സോ 7 സീറ്റർ ആയതുകൊണ്ട് തന്നെ ഇനി ഇന്നോവ ക്രിസ്റ്റ ഒന്ന് ഭയപ്പെടേണ്ടതായിട്ടുണ്ട്. കാരണം നേരത്തെ 7 സീറ്റർ ഇല്ലായിരുന്നു എന്നുള്ളതായിരുന്നു ഈ ഒരു വണ്ടിക്ക് ഉണ്ടായിരുന്ന ഡിസഡ്വാൻറ്റേജസ്. ഇന്തോനേഷ്യയിൽ ഓൾറെഡി ജൂലൈയിൽ ഈ വണ്ടി ഇറങ്ങിയിട്ടുണ്ട്. സോ 3 വേരിയൻസിനകത്താണ് അവിടെ ഇറങ്ങിയിരുന്നത്. സ്റ്റാൻഡേർഡ് 7 സീറ്റർ, സുപ്പീരിയർ 7 സീറ്റർ, സുപ്പീരിയർ ക്യാപ്റ്റൻ 6 സീറ്റർ, അങ്ങനത്തെ 3 വേരിയൻസിനകത്തായിരുന്നു അവൈലബിൾ ആയിരുന്നത്. ഇന്ത്യയിലേക്ക് വരുമ്പോൾ പ്രൈസിങ് എത്രയാവും നമുക്കറിയില്ല. എന്തായാലും ഇന്തോനേഷ്യയിൽ 25 ലക്ഷം രൂപയ്ക്ക് താഴെയാണ് പ്രൈസ് വരുന്നത്. സോ ഇന്നോവ ബി കെയർഫുൾ. സോ അടുത്ത ന്യൂസ് നോക്കാം. MG ആസ്റ്ററിന്റെ ഒരു ഫേസ് ലിഫ്റ്റ് വരുന്നുണ്ട്. ഫ്രണ്ടിൽ നിന്ന് കാണുമ്പം ഏതൊക്കെ വണ്ടിയിൽ നിന്നോ കോപ്പി അടിച്ചതുപോലത്തെ ഒരു ഡിസൈൻ എനിക്ക് എവിടെയൊക്കെയോ തോന്നുന്നു. ഏതൊക്കെ വണ്ടിയാണെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കുക. ബാക്ക് സൈഡിൽ വലിയ വ്യത്യാസങ്ങളൊന്നും അങ്ങ് ഫീൽ ചെയ്യുന്നില്ല, സൈഡിൽ നിന്നും വലിയ വ്യത്യാസങ്ങളൊന്നും അങ്ങോട്ട് ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ ഇന്റീരിയറിലേക്ക് പോകുമ്പോൾ കാര്യമായിട്ട് കോപ്പി അടിച്ചത് നമുക്ക് ഒറ്റയടിക്ക് മനസ്സിലാവും. നിസാൻ മാഗ്നറ്റിന്റെ AC വെന്റുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാം. ആക്ച്വലി എനിക്കിത് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. കാരണം നേരത്തെ ഉണ്ടായിരുന്ന ഇത് റൗണ്ടഡ് AC വെന്റുകൾ കുറച്ചും കൂടെ നല്ലതായിരുന്നു. പക്ഷെ ഇത് അത്ര വൃത്തിയുള്ളതായിട്ട് എനിക്ക് അങ്ങോട്ട് ഫീൽ ചെയ്യുന്നില്ല. ഹൈബ്രിഡ് എഞ്ചിൻ അവൈലബിൾ ആണെന്നാണ് പറയുന്നത്. സോ 102 bhp പവർ ഉള്ള ഒരു എഞ്ചിനും 134 bhp പവർ ഉള്ള മോട്ടറും കമ്പൈൻ ആയിട്ട് 193 HP പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എഞ്ചിനായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ ഹൈബ്രിഡ് ടെക്നോളജി ആയിരിക്കും വരുന്നത്. പക്ഷേ ഇന്ത്യയിൽ ഇത് കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യം കൺഫേംഡ് അല്ല. സോ കിട്ടിയാൽ വാങ്ങാം, ഇല്ലെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കമന്റ് ഇട്ട ഒരു കാര്യമാണ് EV9 ഇന്ത്യയിലേക്ക് വരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യയിലേക്ക് വരും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. CBU യൂണിറ്റ് ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ പ്രൈസും കൂടുതലായിരിക്കും. 90 ലക്ഷം ടു 1,20 ലക്ഷം രൂപ റേഞ്ചിലൊക്കെ ആയിരിക്കും വരിക. ഡ്യുവൽ മോട്ടോഴ്സ്, സിംഗിൾ മോട്ടോർ ആയിട്ടുള്ള വേരിയൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ ഇതിന് റേഞ്ച് കാണിക്കുന്നത് 500 കിലോമീറ്റർ താഴെയാണ്. 480 കിലോമീറ്റർ സംതിങ് ഒക്കെ കാണിക്കുന്നുള്ളൂ. അതെനിക്കൊരു പോരായ്മയായിട്ട് തോന്നുന്നു. കാരണം ഇത്രയും പ്രൈസ് കൊടുക്കുന്ന ഒരു വലിയ വണ്ടിയായിട്ട് പോലും ഒരു 600-700 കിലോമീറ്റർ റേഞ്ച് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ഒരു രസം ഉണ്ടായിരുന്നു. മേ ബി ലക്ഷറി ആയിരിക്കും അവർ ഫോക്കസ് ചെയ്യുന്നത്. പെർഫോമൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 0 to 100 in 5.3 സെക്കൻഡ്. ഓക്കെ, നൈസ് ആണ്. സോ ലെറ്റ്സ് സീ. ഈ കാണുന്ന മുതലിന്റെ ബുദ്ധി എന്ന് ആലോചിച്ച് രാവിലെ എണീറ്റ് ജോലിക്ക് പോകാൻ നേരത്തെ യൂണിഫോം അലക്കിയിട്ടില്ല. യൂണിഫോം ഊരി വാഷിംഗ് മെഷീൻ എടുത്തിട്ട് വാഷിംഗ് മെഷീൻ എടുത്ത് കാറിൻ്റെ അകത്തോട്ട് വെച്ച്. കാർ ഏതാന്ന് മനസ്സിലായോ? ടെസ്ല സൈബർ ട്രക്ക്. ഇത് കൈയടിച്ചുകൊണ്ട് എലോൺ മാസ്ക് പോസ്റ്റ് വിട്ട്. സോ ആളിപ്പം വൈറലാണ്. നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്, വേണ്ടവർക്ക് വിളിക്കാം. അമേരിക്കയിൽ എങ്ങാണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ന്യൂസ് എന്ന് പറയുന്നത് ഫ്രോങ്സിന്റെ അഡാസ് ഫീച്ചേഴ്സ് ഉള്ള വേരിയന്റ് ഇന്ത്യയിലെ ടെസ്റ്റിംഗ് നടക്കുന്നുണ്ട്. പക്ഷേ ഇത് ഇന്ത്യക്കാർക്കുള്ളതല്ല. ഫ്രണ്ടിലെ ബമ്പേഴ്സ് നോക്കുകയാണെങ്കിൽ അവിടെ സെൻസേഴ്സ് നമുക്ക് കാണാൻ പറ്റും. സോ ഇന്ത്യൻ വേരിയന്റിനകത്ത് അത് വന്നിട്ടില്ല. ജപ്പാൻ വേരിയന്റിനകത്തായിരുന്നു ആ സെൻസേഴ്സ് കൊടുത്തിരുന്നത്. സോ ജപ്പാന് വേണ്ടിയിട്ടായിരിക്കും അഡാസ് ഫീച്ചേഴ്സ് വെച്ചിട്ട് ടെസ്റ്റിംഗ് ചെയ്യുന്നത്. ഇന്ത്യക്കാർക്ക് ഇത് അവൈലബിൾ ആകാനുള്ള സാധ്യതകൾ വളരെ വളരെ കുറവാണ്. ഇന്നോവ ഇൻവിക്ടോ ആയിട്ട് ഇറക്കിയപ്പോൾ തന്നെ ഉണ്ടായിരുന്ന അഡാസ് ഫീച്ചേഴ്സ് എടുത്ത് കളഞ്ഞവന്മാരാണ്. സോ അതുകൊണ്ട് ഇന്ത്യക്കാർക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ന്യൂസസ് ഒക്കെ ഇഷ്ടപ്പെട്ടു എങ്കിൽ
ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.